പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക. വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്ന ആളുകൾ ഏവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണണം. വീഡിയോ ലൈക്ക് ചെയ്യണം. ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കണം. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വളരെയധികം ആളുകൾക്ക് ഒരു ഗഡു തുക ലഭിച്ചില്ല, 2000 രൂപ ലഭിച്ചില്ല എന്നുള്ള ഒരു പരാതി വലിയ രീതിയിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ വളരെയധികം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പറയുകയുണ്ടായി. അല്ലെങ്കിൽ 1500 രൂപ ലഭിച്ചെന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 മാസത്തെ 3000 രൂപയെ ലഭിച്ചുള്ളൂ, അല്ലെങ്കിൽ 3600 രൂപയെ ലഭിച്ചുള്ളൂ എന്നൊക്കെ പറയുന്ന വളരെയധികം ആളുകൾ വന്നിരുന്നു. ഇതിൽ രണ്ടാമത്തെ ഗഡുവിൻ്റെ തുകയുടെ വിതരണം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് പൂർണ്ണമായിട്ടും തന്നെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത്, തുക വിതരണം ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ചില ആളുകൾക്ക് ഒറ്റത്തവണയായിട്ട് 4000 രൂപ വരെ ലഭിക്കും, മറ്റുള്ള ആളുകൾക്ക് കുറച്ച് താമസം വരെ ഉണ്ടാകും, അല്ലെങ്കിൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുമായൊക്കെയായി തുക കുറച്ച് താമസിക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ തുക വിതരണം ചെയ്തിട്ടുണ്ട്. അത് ഒരുപക്ഷെ കിട്ടാത്ത ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അവർക്ക് തീർച്ചയായിട്ടും തുക എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് 2 ഗഡു തുകകളൊക്കെ ലഭിക്കുന്ന ആളുകൾ, കൂടാതെ തന്നെ കൈകളിലേക്ക് തുക കൈപ്പറ്റുന്ന ആളുകൾക്ക് നേരിട്ട് ഒറ്റത്തവണയായിട്ട് തന്നെ പല ആളുകൾക്കും, അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകൾക്കും ആ ഒരു രീതിയിൽ തന്നെയാണ് തുക ലഭിച്ചിരിക്കുന്നത്. കാരണം തുക 2 തവണ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഒറ്റത്തവണയായിട്ട് തുക എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ്. ഇത് കൂടാതെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെയധികം ആളുകൾ പറയുന്നു ഞങ്ങൾക്ക് 200 രൂപ മുതൽ 500 രൂപ വരെയൊക്കെ കുറച്ചാണ് കിട്ടിയത് എന്നുള്ളൊരു കാര്യം. അത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമാണ് അത് കിട്ടേണ്ടത്. അതും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. അത് ടെൻഷനാകേണ്ട ആവശ്യമില്ല ആരും തന്നെ എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ഷേമ പെൻഷൻ കിട്ടിയ ആളുകൾ, ഈ 2 മാസത്തെ 4000 രൂപ കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. കൂടാതെ തന്നെ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കേരളത്തിലെ 25 ലക്ഷത്തോളം ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അങ്ങോട്ട് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യത്തിൻ്റെ പരിശോധനകൾ കൂടുതൽ കർശനമാക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. അർഹതയുള്ളവരിലേക്ക് മാത്രം ഈ ഒരു ആനുകൂല്യം എത്തിക്കുക. അതുപോലെ തന്നെ കൂടുതൽ ആളുകൾക്ക്, മുൻപ് പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കൂടുതൽ ആളുകൾക്കും തുക വിതരണം ചെയ്യുവാനും, മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികയൊക്കെയുള്ള ആളുകൾ ഈ KYC ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ മുടങ്ങിക്കിടക്കുന്ന തുക, കുടിശ്ശിക തുക കൂടി ഉൾപ്പെടെയുള്ള വിതരണം ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ മാസമാണ് തുകയുടെ വിതരണം നടത്തിയത്. ഇനിയിപ്പോൾ 3 മാസം കൂടി കഴിഞ്ഞ് മാത്രമേ അടുത്ത 2000 രൂപ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ തുക വർദ്ധിപ്പിക്കില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ തുകയിൽ ഗണ്യമായിട്ടുള്ള വർധന ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ KYC ചെയ്യാത്ത ആളുകൾ, എയിംസിൻ്റെ പോർട്ടലിൽ ബന്ധിപ്പിക്കാത്ത ആളുകൾ, അതുപോലെ തന്നെ കർഷക ID ഒക്കെ എടുക്കേണ്ട ആളുകളൊക്കെ തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭാവിയിൽ ഈ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വലിയ രീതിയിൽ തന്നെ ഉയർത്തുവാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് വാങ്ങുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു വെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആധാറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ക്ലാരിഫൈ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.